ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമാണ് കാണിക്കുന്നത്. പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സംശയങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ജോയിൻ്റ് ചെയ്യാണ്ട് ഇത്രയും പോകുന്നൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ജോയിൻ്റ് അല്ല ഇത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഒരു 6 ഇഞ്ച് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. താഴത്തേക്ക് 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ലെങ്ത്ത് 11 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ പീസിൽ നമുക്ക് 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നൊരു 5.5 ഇഞ്ചും മാർക്ക് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് ഒരു 5.5 ഇഞ്ചിൽ നമ്മളിതാ ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്തേക്കാണ്. ഇവിടെ താഴത്തേക്ക് 1 ഇഞ്ചെങ്കിലും ചുരുങ്ങിയത് വേണം കേട്ടോ. നമുക്കത് മറിച്ച് അടിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. 1 ഇഞ്ചെങ്കിലും നമുക്കിവിടെ താഴെ വേണം. ഇതിപ്പോൾ 1.5 ഇഞ്ചിലുണ്ട്. അപ്പോൾ ഇത് ഓപ്പണിംഗ് കൊടുക്കുന്നത് നമ്മൾ 5.5 ഇഞ്ചിലാണ്. ഇതുപോലെ തന്നെ നമ്മൾ ക്രോച്ച് അടിച്ച് വെച്ചിട്ടുള്ള പീസാണ് ഇതിൽ മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ബെൽറ്റിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കുന്ന അളവാണ്. അപ്പോൾ ഇതിങ്ങനെ മടങ്ങി വരുമ്പോൾ താഴത്തേക്കും 2 ഇഞ്ച് കൂടെ ഇങ്ങനെ മടങ്ങി എത്തുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്നൊരു 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ പട്ട തയ്ച്ച് വരുന്ന ഭാഗമാണ്. ഈ പട്ട തയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ പോക്കറ്റിൻ്റെ മോൾ ഭാഗം പോകാൻ വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് മാത്രം നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് താഴത്തേക്ക് നിന്നാൽ പോക്കറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. വീണ്ടും അവിടെ നിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. നമ്മളവിടെ നിന്ന് ഓപ്പണിംഗ് കൊടുക്കുകയാണ്. നേരത്തെ ഇവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്നൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിൽ കൂടെ അടിച്ചെടുക്കണം. ഈ പീസ് ഇങ്ങനെയാണ് നിവർത്തിയിടുന്നത്. എന്നിട്ട് ഈ വരച്ച് വെച്ചിരിക്കുന്ന ഭാഗത്തൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് തയ്ച്ച് വരുമ്പോൾ ഇത്രയും ഈ 1/2 ഇഞ്ച് ഭാഗം ആ പട്ടയുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കയറ്റി മാർക്ക് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾക്കിത് അടിച്ചെടുക്കാം. ഇവിടെ കുത്തി നിർത്തിയിട്ട് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മളിതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മളത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ നെക്കൊക്കെ അടിക്കുമ്പോൾ നമ്മൾ മറിച്ചടിക്കാനായിട്ട് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അധികം വീതിയൊന്നും ഇടണ്ട. ആ അടിച്ചിരിക്കുന്ന അടുപ്പിൻ്റെ സ്വല്പം ഒരു പോയിൻ്റ് ഇങ്ങോട്ട് നീക്കിയിട്ട് നമ്മളതൊന്ന്
കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നെയിലുകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പതിച്ചു കൊടുക്കാം. നമുക്ക് തിരിക്കുമ്പോഴൊക്കെ അത് എളുപ്പമായിട്ടിരിക്കും. ഇനി നമുക്കിതാ ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ, അത് ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചൊന്ന് അടിച്ചുകൊണ്ടും വിരോധമില്ല. ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ച് നമുക്ക് അത് നീങ്ങി പോകാണ്ടിരിക്കാനൊന്ന് അടിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു പിൻ ചെയ്ത് ഒരു പിന്നെടുത്ത് ഇങ്ങനെ കുത്തി വെച്ചാലും മതി. അതപ്പം അടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. നമുക്ക് അതിലൂടെ തന്നെ അടിച്ചെടുക്കാനും പറ്റും. ഈ മോൾ ഭാഗവും ഇതുപോലെ ഉള്ളിലേക്ക് മറയ്ക്കുക. ഇതാ മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പോക്കറ്റിൻ്റെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു പിൻ ചെയ്ത് ഇങ്ങനെ നിർത്തിക്കും. അപ്പോൾ നിങ്ങൾക്കത് അടിക്കാൻ എളുപ്പമുണ്ടാകും. ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നത്. ഫ്രണ്ടിലത്തെ പീസാണിത്. ഇപ്പം നമ്മുടെ പോക്കറ്റിൻ്റെ ഉൾഭാഗം ഇങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ കാണാം നമുക്ക്. ഇനി അത് നമ്മൾ ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ തയ്പ്പ് പുറത്ത് കാണും നമുക്ക് ഈ ഭാഗം ജോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും മറച്ചിട്ട് വേറെ ഒന്നും ചെയ്യണില്ല. ഈ ഭാഗം നമ്മളൊന്ന് ഇങ്ങോട്ട് മറച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഈ ഭാഗം മാത്രം നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ ആ അടുപ്പ് നമുക്ക് ഉള്ളിലേക്ക് പോയിക്കോളും. പുറത്ത് അങ്ങനെ നൂല് പോയി ഇങ്ങനെ പൊന്തി അങ്ങനെയൊന്നും നിൽക്കില്ല. ഇങ്ങനെ അടിച്ച് തിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൂടുതൽ അവിടെ കിടക്കണം എന്ന് ഞാൻ പറഞ്ഞത്. 2 സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഉള്ളിലേക്കായിട്ട് മറിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടോ, സ്റ്റിച്ചിങ് പുറത്ത് കാണില്ല. ഇങ്ങനെ ഇത്രയും നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ. ഇങ്ങനെയാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഭാഗം വരുന്നത്. ഇനി നമുക്കിത് നീങ്ങി പോവാതിരിക്കാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പിന്നി മാറ്റിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഭാഗവും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മോൾ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ താഴ്ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. കണ്ടോ, ഈ ഭാഗം ഈ സ്റ്റിച്ചിങ് ഇത്രയും നീളമുള്ളത് കൊണ്ടാണ് നമുക്കിത് നല്ല സുഖമായിട്ട് ഇങ്ങനെ മടക്കാനായിട്ട് പറ്റും. എളുപ്പത്തിൽ നമുക്ക് മടക്കാൻ പറ്റും. മറ്റേത് തുമ്പ് കുറവാണെങ്കിൽ നമുക്കത് പിടിച്ച് വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1 ഇഞ്ചെങ്കിലും താഴത്തേക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗവും നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. കണ്ടോ, ഇതാണ് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് കയ്യെ സിമ്പിളായിട്ട് ഇടാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ള, ഇപ്പോൾ ഒരു ഫോൺ എന്തെങ്കിലും ഇടുവാണെങ്കിലും പോക്കറ്റ് താഴത്തേക്ക് അങ്ങനെ തൂങ്ങി നിൽക്കില്ല, വല്ലാണ്ട് ഇതായിട്ട് നിൽക്കില്ല. കാരണം നമ്മുടെ ഈ ഭാഗം നമ്മളിങ്ങനെ മടക്കി അടിക്കുമ്പോൾ 2 ഇഞ്ചിൽ
മടക്കി അടിക്കുമ്പോൾ ഈ പോക്കറ്റിൻ്റെ മോൾ ഭാഗത്തൂടെയാണ് നമ്മൾ അടിച്ചു പോകുക. ഇങ്ങനെയാണ് നമ്മളത് അടിച്ചു പോകുന്നത്. അപ്പോൾ ഈ പോക്കറ്റിൻ്റെ മോൾ ഭാഗവും നല്ല ക്ലീൻ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഉൾസൈഡ് വരുന്നത്, ഉള്ളിലത്തെ ഭാഗം വരുന്നത്. സ്റ്റിച്ചിങ്ങും പുറത്ത് കാണില്ല, നല്ല നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് ഇതുപോലെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.